ഇനി നമുക്ക് മലയാളത്തിൽ ഒറ്റപ്പദം നോക്കാം. അമ്മയുടെ അച്ഛൻ മാതാമഹനാണ്. മാതാമഹൻ. മകളുടെ ഭർത്താവ് ജാമാതാവാണ്. ജാമാതാവ്. അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസയാണ്. ജിജ്ഞാസ. സഹോദരീപുത്രൻ ഭാഗിനേയനാണ്. ഭാഗിനേയൻ. കടന്നു കാണുന്നവൻ ക്രാന്തദർശിയാണ്. ക്രാന്തദർശി. എന്നെന്നും ജീവിക്കുന്നവൻ ചിരഞ്ജീവി. പുത്രൻ്റെ പുത്രൻ പൗത്രനാണ്. പൗത്രൻ. പുത്രൻ്റെ പുത്രി പൗത്രി. അച്ഛൻ്റെ അച്ഛൻ പിതാമഹനാണ്. പിതാമഹൻ. അച്ഛൻ്റെ അമ്മ പിതാമഹി. പുത്രൻ്റെ ഭാര്യ സ്നുഷയാണ്. പുത്രൻ്റെ ഭാര്യ. ഭാര്യയുടെ പിതാവ് ശാശൂരനാണ്. ഭാര്യയുടെ പിതാവ്. ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ അമ്മയാണ് ശാശ്രു. ഒന്നിൽ തന്നെ മനസ്സ് ഉറപ്പിക്കുന്ന അവസ്ഥയാണ് ഏകാഗ്രത. ഇഹത്തെ സംബന്ധിച്ചത് ഐഹികമാണ്. ഐഹികം. പറയാനുള്ള ആഗ്രഹം വിവക്ഷയാണ്. പറയാനുള്ള ആഗ്രഹം. മലയാളത്തിൽ ശുദ്ധ മലയാളത്തിൽ രചിക്കപ്പെട്ട ആദ്യ മഹാകാവ്യം കൃഷ്ണഗാഥയാണ്. മലയാള സന്ദേശകാവ്യങ്ങളിൽ ഏറ്റവും പ്രാചീനം ഉണ്ണുനീലി സന്ദേശം. തുള്ളൽ സാഹിത്യത്തിലെ ആദ്യ കൃതി കല്യാണ സൗഗന്ധികം തുള്ളലാണ്. ആദ്യത്തെ ചവിട്ടുനാടകം കാറൽമാൻ ചരിതമാണ്. മലയാളത്തിലെ ആദ്യത്തെ ചവിട്ടുനാടകം. മലയാള ലിപി ആദ്യമായി അച്ചടിച്ച ഗ്രന്ഥം ഹോർത്തൂസ് മലബാറിക്കസ്. കേരളത്തിലെ ആദ്യ മലയാളി അച്ചടിശാല CMS പ്രസ് കോട്ടയം. മലയാളത്തിലെ ആദ്യ മാസിക പത്രം രാജ്യസമാചാരമാണ്. മലയാളത്തിലെ ആദ്യ വൃത്താന്തപത്രം കേരളമിത്രം. മലയാളത്തിലെ ആദ്യ ചലച്ചിത്രം വിഗതകുമാരൻ. ആദ്യ ശബ്ദ ചലച്ചിത്രം ബാലൻ. മലയാളത്തിലെ ആദ്യ ചലച്ചിത്രം വിഗതകുമാരൻ. മലയാളത്തിലെ ആദ്യ ശബ്ദ ചലച്ചിത്രം ബാലൻ. ആദ്യ സിനിമാസ്കോപ്പ് ചിത്രം തച്ചോളി അമ്പു ആണ്. മലയാളത്തിലെ ആദ്യ സിനിമാസ്കോപ്പ് ചിത്രം തച്ചോളി അമ്പു. മലയാളത്തിലെ ആദ്യ കാവ്യം രാമചരിതം. മലയാളത്തിലെ ആദ്യ നോവൽ കുന്തലത. മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത നോവൽ ഇന്ദുലേഖ. O. ചന്തുമേനോനാണ് ഇന്ദുലേഖ എഴുതിയത്. മലയാളത്തിലെ ആദ്യ ചെറുകഥ വാസനാവികൃതിയാണ്. മലയാളത്തിലെ ആദ്യ മഹാകാവ്യം രാമചന്ദ്ര വിലാസം. മലയാളത്തിലെ ആദ്യ ചരിത്ര നോവൽ മാർത്താണ്ഡവർമ്മ. മലയാളത്തിലെ ആദ്യ നാടകം ആൾമാറാട്ടം. മലയാളത്തിലെ ആദ്യ രാഷ്ട്രീയ നാടകം പാട്ടബാക്കിയാണ്. മലയാളത്തിലെ ആദ്യ രാഷ്ട്രീയ നാടകം. മലയാളത്തിലെ ആദ്യത്തെ സംഗീത നാടകം സംഗീത നൈഷധമാണ്. മലയാളത്തിലെ ആദ്യ സംഗീത നാടകം.
മലയാളത്തിലെ ആദ്യ സഞ്ചാര സാഹിത്യകൃതി. മലയാളത്തിലെ ആദ്യ സഞ്ചാര സാഹിത്യകൃതി വർത്തമാന പുസ്തകമാണ് മലയാളത്തിലെ ആദ്യ സഞ്ചാര സാഹിത്യകൃതി. മലയാളത്തിലെ ആദ്യ കുറ്റാന്വേഷണ നോവൽ. മലയാളത്തിലെ ആദ്യത്തെ കുറ്റാന്വേഷണ നോവൽ ഭാസ്കര മേനോനാണ് മലയാളത്തിലെ ആദ്യ കുറ്റാന്വേഷണ നോവൽ. മലയാളത്തിൽ ആദ്യമായി അച്ചടിച്ച ഗ്രന്ഥം. മലയാളത്തിൽ ആദ്യം അച്ചടിച്ച ഗ്രന്ഥം സംക്ഷേപ വേദാർത്ഥം. മലയാളത്തിൽ ആദ്യം അച്ചടിച്ച ഗ്രന്ഥം സംക്ഷേപ വേദാർത്ഥം. മലയാളത്തിലെ ആദ്യ സൈബർ നോവൽ നൃത്തം. മലയാളത്തിലെ ആദ്യ സൈബർ നോവൽ നൃത്തം. മലയാളത്തിലെ ആദ്യത്തെ ഓഡിയോ നോവൽ. മലയാളത്തിലെ ആദ്യത്തെ ഓഡിയോ നോവലാണ് ഇതാണെൻ്റെ പേര്.